ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ജി ഡി കോൺസെപ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 20 GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 10 മിനിറ്റുകൊണ്ട് നോക്കി തീർക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് ഹൂ വൺ ദി ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ ഫോർ ഇന്ത്യ ഇൻ 1952? 1952 ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തി ആരാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 1952 ഓപ്ഷൻസ് കപിൽ ദേവ്, കശബ ജാദവ്, കർണം മല്ലേശ്വരി, മിൽഖ സിംഗ്. അപ്പം ഓപ്ഷൻസ് നമുക്ക് ഏകദേശം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 1952 ഒളിമ്പിക്സിൽ കശബ ജാദവ് എന്ന് പറയുന്ന ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ്, ഇദ്ദേഹം വിൻ ചെയ്തത് ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിലാണ്. ഫ്രീ സ്റ്റൈൽ റെസ്ലറാണ് ഇദ്ദേഹമാണ് ഒളിമ്പിക് മെഡൽ 1952 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ നെക്സ്റ്റ് ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് കിങ്ഡം ആസ് അനൗൺസ്ഡ് ഇൻ ഓഗസ്റ്റ് 2022? സോ ദ ന്യൂ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് കിങ്ഡം, UK-ലേക്കുള്ള ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം തന്നെയാണ്, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. യശ്വർദ്ധൻ കുമാർ സിൻഹ, വിക്രം ദൊരൈസ്വാമി, ഗൈത്രി ഇസാർ കുമാർ ആൻഡ് രുചി ഘനശ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? വിക്രം ദൊരൈസ്വാമിയാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ദ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഛത്തീസ്ഗഡ്? ഛത്തീസ്ഗഡുമായി ബന്ധപ്പെടാത്ത ഡാൻസ് ഫോം ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഭഗോരിയ, പാണ്ഡുവാനി, പന്തി, സൈല. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, പാണ്ഡുവാനിയും പന്തിയും സൈല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോമാണ്. ഇതിൽ ഭഗോരിയ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭിൽ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്, അവരുടെ ഒരു പെർട്ടിക്കുലർ ഡാൻസ് ഫോമാണ് ഭഗോരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫൗണ്ട് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദി ഹാലോജൻ? സോ ഹാലോജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ചോദ്യം. 5, 7, 1, 2. അപ്പം ഹാലോജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്നത് 7 ഇലക്ട്രോൺസ് ആണ്, 7 ഇലക്ട്രോൺസ്. അടുത്തത്, ദ ഭിൽ ട്രൈബ് ലിവിങ് ഇൻ ദ ഡാഷ് കൺട്രോൾഡ് ദ മൗണ്ടൻ പാസസ് ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് ദി ഡെക്കൻ. സോ നോർത്തും അതേപോലെ തന്നെ ഡെക്കാൻ റീജിയൻറ്റും ഇടയിലായിട്ടുള്ള ആ മൗണ്ടൻ പാസസ് കൺട്രോൾ ചെയ്തത് ഭിൽ എന്ന് പറയുന്ന ട്രൈബാണ്. ഈ ട്രൈബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മധ്യപ്രദേശ് ഏരിയാസിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഈ ട്രൈബ്. അപ്പം ചോദ്യം ഇതാണ്, അവരെവിടെ വസിക്കുന്നവരാണ് എന്നാണ്. ലിവിങ് ഇൻ ദി വെസ്റ്റേൺ ഗാർഡ്സ് ആണോ ഈസ്റ്റേൺ ഗാർഡ്സ് ആണോ? അപ്പം രണ്ട് സ്ഥലത്തും ഉണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. ഭിൽ എന്ന് പറയുന്നത് ഈ മധ്യപ്രദേശ്, ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞ ഗുജറാത്ത്, ആ ഏരിയാസിലൊക്കെയാണ് കാണുന്നത്. സോ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സി ആണ്. ഓൺലി 1 ആണ് ആൻസർ വരുന്നത്. ഓൺലി 1, ബിക്കോസ് ദേ ലിവ്, അവരെവിടെയാണ് താമസിക്കുന്നത്? വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രമാണ് അവർ ലിവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര ഷെഡ്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്? ദെയർ ആർ 12 ഷെഡ്യൂൾസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 3 ഓഫ് ദ ഫോളോയിങ് 4 ആർ എക്സാമ്പിൾസ് ഓഫ് മാമലിയ ആൻഡ് ദെയർഫോർ ഫോം എ ഗ്രൂപ്പ്. വിച്ച് ഇസ് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്? അതായത് മാമൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാമൽ അല്ലാത്തത് ഓപ്ഷൻസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, കാംഗ്രൂ, പെൻഗ്വിൻ, പ്ലാറ്റിപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്. കാംഗ്രൂ ഒരു മാമലാണെന്ന് നമ്മൾക്ക് പണ്ടേ അറിയാം, ഇല്ലേ? കണ്ടിട്ടുണ്ട്. ദ യങ് വൺസ് ആർ ക്യാരിഡ് ഇൻ എ സാക്ക്, ഒരു ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ പ്ലാറ്റിപ്പസ് പണ്ട് പഠിച്ച് കാണും മാമലാണെന്നുള്ളത്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ബാറ്റ്സ് ആണ്, വവ്വാലാണ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാറ്റ്സ്. സോ ഫ്ലൈയിങ് ഫോക്സും മാമലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഊഹിക്കാൻ തന്നെ പറ്റും ഉത്തരം എന്താണ്. പെൻഗ്വിൻ ആണ് മാമൽ അല്ലാതെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ലോക്കൽ നെയിം ഗിവൺ ടു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വിൻ്റർ റെയിൻഫോൾ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു. വിൻ്റർ റെയിൻഫോളിന് പറയുന്ന പേര് എന്താണ്? ലോക്കൽ നെയിം ഗിവൺ ടു ദി ടോട്ടൽ എമൗണ്ട് ഓഫ് വിൻ്റർ റെയിൻഫോൾ. ഓപ്ഷൻസ് സഹിതി, മഹാവാത്ത്, കാൽ ബൈസാക്കി, ലൂ എന്ന് പറയുന്നത് ചൂട് കാറ്റാണ്, പൊടിക്കാറ്റാണ്. കാൽ ബൈസാക്കി എന്ന് പറയുന്നത് നമ്മുടെ കാലവർഷം പോലെ ഇരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ പെയ്യുന്ന മഴയാണ് കാൽ ബൈസാക്കി എന്ന് പറയുന്നത്. ഒരു സെപ്റ്റംബർ വരെയൊക്കെ പെയ്യുന്ന മഴയാണ് കാൽ ബൈസാക്കി. എന്നാൽ മഹാവത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ മഹാവത്താണ് ഈ വിൻ്റർ റെയിൻഫോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ലൈറ്റ് ഓഫ് ദ സൺ ടേക്സ് ഡാഷ് മിനിറ്റ്സ് ടു റീച്ച് ദ എർത്ത്. എത്ര മിനിറ്റ്സ് എടുക്കും എന്നുള്ളതാണ് ചോദ്യം. 7, 8, 9, 10.
അപ്പം 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. സോ സൺ ടേക്സ് അബൌട്ട് 8 മിനിറ്റ്സ് 20 സെക്കൻഡ്സ് ടു റീച്ച് ദി എർത്ത്. നെക്സ്റ്റ്, ഹൂ വൺ ദി സംഗീത് നാടക അക്കാഡമി അവാർഡ് ഇൻ കുച്ചിപ്പുടി ഇൻ 2018. സോ 2018 ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുച്ചിപ്പുടിയിൽ ആർക്ക് കിട്ടിയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് കുച്ചിപ്പുടി എക്സ്പൊണൻറ്റിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കാര്യം. പശുമർത്തി രാമലിംഗ ശാസ്ത്രി, രാധാ ശ്രീധർ, മഞ്ചമ്മ ജോഗതി, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് പശുമർത്തി രാമലിംഗ ശാസ്ത്രിയാണ്. ഇതിൽ രാധാ ശ്രീധറൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. പശുമർത്തി രാമലിംഗ ശാസ്ത്രി കുച്ചിപ്പുടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഗീത നാടക അക്കാദമി 2018 കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. ദ 8th 5-year പ്ലാൻ ഓഫ് ഇന്ത്യ ഗോട്ട് ഡിലേഡ് ഡ്യൂ ടു, എന്ത് കാരണത്താലാണ് 8th 5-year പ്ലാൻ ഡിലേ ആയിപ്പോയതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ 8th 5-year പ്ലാൻ എന്ന് പറയുന്നത് 1992 8th 5-year പ്ലാൻ വരേണ്ടതായിരുന്നു. 97 8th 5-year പ്ലാൻ നടന്നത്. എങ്കിലും 8th 5-year പ്ലാൻ യൂഷ്വലി വരേണ്ട സമയം എന്ന് പറയുന്നത് 1990 പക്ഷേ 1990 അത് നടന്നില്ല. ആ പ്ലാൻ ഡിലേ ആയിട്ടാണ് 92 പോകുന്നത്. എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. ലാക്ക് ഓഫ് ടെക്നോളജി, ലോ അഗ്രികൾച്ചർ ഔട്ട്പുട്ട്, റൈസ് ഇൻ ഗ്ലോബൽ പോവർട്ടി ആൻഡ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, പിന്നെ ഗ്ലോബലി ഒരു ചെറിയ പൈസക്കുള്ള ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നു. സോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്, പിന്നെ ഗ്ലോബൽ സിനാറിയോ, രണ്ടും കാരണമാണ് 8th 5-year പ്ലാൻ ഡിനൈ അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. ആ സമയത്ത് ഭരണം മാറി വരികയായിരുന്നു. സോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അറ്റ് ദ സെൻറ്റർ കാരണമാണ് അത് ഡിലേ വന്നത്. അടുത്തത്, ദ ഗോച്ചി ഫെസ്റ്റിവൽ ഈസ് പ്രിഡോമിനൻ്റ്ലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ആസാം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാടു, രാജസ്ഥാൻ. സോ ഗോച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ തന്നെ ലഹൗൾ ആൻഡ് സ്പിതി എന്ന് പറയുന്ന ഈ ഒരു റീജിയനിലാണ് ഇത് മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ് ഈസ് ഹോളി ഓൺഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം നബാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ്. സോ ഹോളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സസീവ് യൂസ് ഓഫ് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ലീഡ്സ് ടു. സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. ക്ലീൻ ആൻഡ് പ്യുവർ എൻവയൺമെൻറ്റ്, നമുക്കറിയാം ഇതൊക്കെ തെറ്റാണ് ഇല്ലേ. നോയ്സ് പൊല്യൂഷൻ, ഫെർട്ടിലൈസർ നോയ്സ് പൊല്യൂഷനായിട്ട് എന്താ ബന്ധം? സോയിൽ ഡീഗ്രഡേഷൻ സാധ്യതയുള്ളതാണ്. ഇൻക്രീസ് ഇൻ സോയിൽ ഓർഗാനിക് മാറ്റർ. സോ ഓപ്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു തന്നെ നമുക്ക് പറയാം, കാരണം അത്രയും സില്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് ആൻസർ എന്താ വരുന്നത്? സോയിൽ ഡീഗ്രഡേഷൻ ആണ്. സോയിൽ ഡീഗ്രേഡ് ആയിപ്പോയി. അപ്പോൾ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സസീവ് യൂസ് സോയിലിനെ ഫെർട്ടിലിറ്റി നശിപ്പിക്കും. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ട്രീ ഫൗണ്ട് ഇൻ കോണിഫറസ് ഫോറസ്റ്റ്? സോ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺ പോലെ ഇരിക്കുന്നതാണ് ഈ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ പൈൻ മരങ്ങളെല്ലാം കോണിഫറസ് ഫോറസ്റ്റിൽ വരുന്നതാണ്. എന്നാൽ ഓപ്ഷൻസിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. കീക്കർ, ടീക്ക്, സുന്ദരി, ചിർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ചിർ ആണ് വരുന്നത്. കാരണം ചിർ എന്ന് പറയുന്നത് ഒരു തരം പൈൻ മരമാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് നേറ്റീവ് ടു ഹിമാലയാസ് ആണ്. അപ്പോൾ ഹിമാലയാസിലെ ഒരു തരം പൈൻ മരമാണ് ഈ പറയുന്ന ചിർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡാഷ് സ്കീം എയിംസ് ടു പ്രൊവൈഡ് മെഷേഴ്സ് ഫോർ കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ ഫോർ വെൽഫെയർ ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. സോ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൻ്റെ ഒരു സ്കീമാണ്. സ്കീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ കോമൺ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു ടേം നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത് കംപ്ലീറ്റ്ലി ചെറിയ വ്യത്യാസമുണ്ട്. മാർജിനലൈസ്ഡ് മാറ്റിയിട്ട് അവർ മീഡിയം ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കി ഓപ്ഷൻ ബിയും സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് സെയിം ആണ്. എൻറ്റിറ്റി, എൻ്റർപ്രൈസ്, എഡ്യൂക്കേഷൻ എന്നാണ് ബാക്കി 3 വേർഡ്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ് ആണ് വരുന്നത്. ആൻഡ് എൻ്റർപ്രൈസ്. സോ എഡ്യൂക്കേഷനും അല്ല, എൻറ്റിറ്റിയും അല്ല, എൻ്റർപ്രൈസിനേക്കുള്ളതും അതേപോലെ ലൈവ്ലിഹുഡിലേക്കുള്ളതുമാണ് ഈ മെഷർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്കീമിന് നമ്മൾ പറയുന്ന ഒരു ആക്രോണിം ഉണ്ട്, സ്മൈൽ സ്കീം എന്ന് പറയും. സോ സ്മൈൽ സ്കീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആണ്.
എന്തിനാണ്? അവർക്ക് ലൈവ്ലിഹുഡിനും അതേപോലെ തന്നെ എൻ്റർപ്രൈസിനും. ഈ ഒരു ടേം, ഈ വേർഡ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ വേർഡ്, ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ് ആൻഡ് മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് എന്നാണ് വരുന്നത്. സോ ഇറ്റ്സ് എ വെൽഫെയർ ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. Now, 17th one, in the game of football, the distance between goal post is dash. So, goal postiൻ്റെ distance between the goal post എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The distance between the lower edge of the crossbar to the ground, lower edge of the crossbarും ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഇതിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഉത്തരം അറിഞ്ഞാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. കാര്യം എന്താണ്? ഇതിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓരോന്നും രണ്ട് സെക്ഷൻ രണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത് 7.32 മീറ്ററാണ്. 7.32 മീറ്ററാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇതൊന്നും അറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലോവർ എഡ്ജ് ഓഫ് ദി ക്രോസ് ബാർ ടു ദ ഗ്രൗണ്ട്, ലോവർ എഡ്ജ് ഓഫ് ദി ക്രോസ് ബാർ ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2.44 മീറ്റർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗോൾ പോസ്റ്റ് ഇസ് 7.32 മീറ്റർ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ലോവർ എഡ്ജ് ഓഫ് ദി ക്രോസ് ബാർ ടു ദി ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2.44 മീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് പൊളിറ്റിക്കൽ ലീഡർ വൺ ദി ബൈപോൾ ഇലക്ഷൻ ഫ്രം ജുബ്രാജ് നഗർ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ത്രിപുര? സോ ജുബ്രാജ് നഗർ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള ബൈപോൾ ഇലക്ഷനിൽ ആര് ജയിച്ചു എന്നാണ് ചോദ്യം. ജൂൺ 2022 ബൈപോൾ ഇലക്ഷനിൽ ജയിച്ചത് മലീന ദേബ്നാഥ് എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇദ്ദേഹമാണ് ബൈപോൾ ഇലക്ഷൻ ജയിച്ചത്, BJP കാൻഡിഡേറ്റ്. എന്നാൽ അത് കഴിഞ്ഞ് 2023 ഇലക്ഷൻ നടന്നു. അതിൽ MLA ബൈപോൾ ഇലക്ഷനിൽ MLA ആയിട്ട് ബൈപോളല്ല, നോർമൽ ഇലക്ഷൻ, ബൈപോൾ നടന്നത് 2022 നോർമൽ ഇലക്ഷനിൽ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശൈലേന്ദ്ര ചന്ദ്രനാഥാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഫ്രം CPIM, he belongs to the party CPIM. അപ്പോൾ ദ പ്രസൻറ്റ് MLA എന്ന് പറയുന്നത് ശൈലേന്ദ്ര ചന്ദ്രനാഥാണ്. ശ്രദ്ധിക്കുക, ജുബ്രാജ് നഗർ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണെന്നുള്ളത് നോക്കുക, ത്രിപുരയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ദറ്റ് അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്? സോ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 76. നമുക്ക് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനൊന്നും വെക്കേണ്ട, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴെപ്പോഴും ചോദിക്കുന്നതുമാണ്. സോ ആർട്ടിക്കിൾ 76. അടുത്തത്, ഇൻ ഏൻഷ്യൻ ടൈംസ് ദ ഏരിയ ടു ദ സൗത്ത് ഓഫ് ഡാഷ് റിവർ വാസ് നോൺ ആസ് മഗധ. സോ ദ ഏരിയ ടു ദ സൗത്ത് ഓഫ് ഡാഷ് റിവർ വാസ് നോൺ ആസ് മഗധ എന്ന് പറയുന്നത് ഏത് റിവറിൻ്റെ സൗത്താണ് മഗധ റീജിയൻ? ഏത് റിവറിൻ്റെ സൗത്താണ്? ഗംഗയുടെ സദേൺ റീജിയനാണ് മഗധ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ വരുന്നത്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് കാണാം.